ഹലോ ഗൈസ്, നമ്മളിന്ന് പോണ്ടിച്ചേരുന്ന തൃശ്ശൂരേക്ക് പോകാൻ കേട്ടോ. ഇവിടെ നേരിട്ട് ട്രെയിനില്ല, ഫ്ലൈറ്റിൽ നമ്മൾ പോയില്ല. സോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് പോകുക. സോ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് അതിൻ്റെ ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ബസ്, ശ്രീവാരി ട്രാവൽസ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ സർവീസ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ബസ്സാണ് കേട്ടോ പ്രിഫർ ചെയ്യുക. ഇവിടെ ലഗേജ് ഒക്കെ വയ്ക്കാൻ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാവും. ഞാൻ എൻ്റെ മെയിൻ ലഗേജ് ഒക്കെ വെച്ച് ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. ദെൻ ഉള്ളിൽ കയറി വെറുതെ റെക്കോർഡ് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബാർ സെറ്റപ്പ് ഇവിടെ കണ്ടത്. നിങ്ങൾക്കറിയാലോ, പോണ്ടിച്ചേരിയിൽ അത്യാവശ്യം വില പറഞ്ഞ് നല്ല മദ്യം കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ സെറ്റപ്പ്. ഒരു ചെറിയ റൂം സെറ്റപ്പ് ആണ് കേട്ടോ. ഒരു ബ്ലാങ്കറ്റും ഒരു പില്ലോയൊക്കെ നമുക്ക് തരും. അതുപോലെ കട്ടൻസ് ഒക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ചെറിയ റൂം സെറ്റപ്പ്. നൈറ്റിൽ ഈ ലൈറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനത്തെ ഒരു ഡിം ലൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ ഒക്കെ ആസ്വദിച്ച് വരുമ്പോഴാണ് അവിടെ ഒരു ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ വേറെ ഒന്നുമില്ല, പോലീസുകാർ ആരെങ്കിലും മദ്യം കടത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇതുവരെ വലിയ ലക്ഷറി സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അല്ലേ. നമുക്ക് ഇൻ ബിറ്റ്വീൻ വാഷ്റൂമിൽ പോകണമെങ്കിൽ സ്പെസിഫിക് പോയിന്റിലാണ് അവർ നിർത്തി തരാം. അപ്പോഴുള്ള വാഷ്റൂമിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര മോശമാണ് കേട്ടോ. നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മൂക്ക് പൊത്തിയിട്ടല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാനേ പറ്റില്ല. ജാമ്പോൻ്റെ കാലത്ത് കഴിക്കുക ഒരു ക്ലോസറ്റും ലോകത്തില്ലാത്ത വേസ്റ്റ് മുഴുവനുള്ള ഒരു ബാത്റൂമാണ് കേട്ടത്. ബട്ട് എന്താ ചെയ്യുക, നമുക്ക് വേറെ നിവർത്തില്ല കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. ഞാൻ വീണ്ടും ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി ഇങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ബസ് കേടായത്. കുറച്ച് നേരം നിർത്തിയിട്ടു. ലാസ്റ്റ് നമ്മളൊരു 6:00 ആയപ്പോൾ മണ്ണുത്തിയിലെത്തിട്ടോ. മണ്ണുത്തിയിലെത്തി നമ്മളിതാ ശക്തനിലൊക്കെ പോയി. നമുക്ക് ഈ വടക്കുന്നാഥൻ്റെ അമ്പലമൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. വിഷൊക്കെ ആയില്ലേ. നമ്മുടെ ബസ്സിൽ കണിക്കൊന്നൊക്കെ ഉണ്ടായിരുന്നു. അതാ വീണ്ടും ഞാൻ ശക്തനിലേക്ക് പോകാൻ കേട്ടോ. ബസ് കയറാനായിട്ട് ബസ്സൊക്കെ കയറി എൻ്റെ ഫാദർ ഖാൻ അവിടെ കൂട്ടാൻ വന്നിട്ടുണ്ടാവും. മൂപ്പര് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വണ്ടിയിലൊക്കെ കയറി നമ്മുടെ എന്താണ് പ്രകൃതി രമണീയത അതൊക്കെ ഇവിടെ ആസ്വദിച്ച് പോകാൻ കേട്ടോ. നമ്മുടെ പാടവും പുഴയും കുളവും ഒക്കെ കണ്ട് ലാസ്റ്റ് ഞാൻ ഈ വീട്ടിലേക്ക് എത്താൻ കേട്ടോ. അവിടെ എൻ്റെ അമ്മ കാത്തിരിക്കേണ്ടേ എപ്പോഴാണ് ശീതോ വരികയെന്ന് ആലോചിച്ച്. അത് പറയാണ്, ശീതോ നീ ആകെ ക്ഷീണിച്ചല്ലോ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാനോട്. എന്താ ചെയ്യുക, അവിടുത്തെ ദോശയിലേക്ക് കഴിച്ച് മടുത്തു പോയില്ലേ. ഷാൾ എനിക്ക് നല്ല ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ നല്ല മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 മാസത്തിന് ശേഷം അത് കഴിക്കുമ്പോൾ ഭയങ്കര സുഖം, വയറിനും മനസ്സിനും ഒക്കെ ഭയങ്കര സുഖം കേട്ടോ. അതെൻ്റെ അമ്മ വിളമ്പി കൂടി തരുമ്പോൾ പറയണ്ടല്ലോ. സോ അതൊക്കെ കഴിഞ്ഞാൽ റെഡി ഒരു എൻഗേജ്മെന്റ് പോകാട്ടോ. അപ്പോൾ ശരി.